ഇന്ന് രാവിലെയാണ് കാലിന് പരിക്കേറ്റ പിടിയാനയ്ക്ക് മറയൂരിൽ വനവകുപ്പ് ചികിത്സ ലഭ്യമാക്കിയത്. കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ചികിത്സ നൽകുകയായിരുന്നു. പെരടി പള്ളം ഭാഗത്ത് സ്വകാര്യ ഭൂമിയിലായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. രാവിലെ തന്നെ വനംവകുപ്പ് ദൗത്യത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ആനയുടെ മുൻഭാഗത്തെ ഇടതുകാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മറയൂർ ഡിവിഷന് കീഴിലുള്ള കാന്തല്ലൂർ റേഞ്ചിൽ ചന്ദ്രമണ്ഡലം പ്രദേശത്ത് ഈ സീസണിൽ സാധാരണ കാട്ടാനകൾ കൂട്ടത്തോടുകൂടെ തമിഴ്നാടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട്. ആ വരുന്ന കാട്ടാനകളെ നമ്മൾ RRT സംഘങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് നിരീക്ഷിച്ച് വരുന്നതിനിടെ 4 ദിവസം മുന്നേ ഈ കാട്ടാനക്കൂട്ടത്തിലുള്ള ഒരു പിടിയാനയ്ക്ക് ഇടത്തെ കാലിൻ്റെ താഴെഭാഗത്തായിട്ട് കയറ് കുരുങ്ങിയിട്ടുള്ള ഒരു വലിയ മുറിവും അതോടൊപ്പം തന്നെ അത് കുറച്ച് പഴുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ പ്ലാൻ ഉണ്ടാക്കുകയും അത് ഈ ദിവസം നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മളിതിനെ ഇമ്മൊബിലൈസ് ചെയ്ത്, കാരണം ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതിന് നമ്മൾ ട്രാങ്കുലൈസിങ് ചെയ്ത് അതിനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നൽകി ഇപ്പോൾ അതിന് റിവൈവൽ കൊടുത്ത് അത് ഉടൻ തന്നെ കാട്ടിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. കാന്തല്ലൂർ റേഞ്ചിന് കീഴിൽ വരുന്ന ചന്ദ്രമണ്ഡലം ഭാഗത്ത് തമിഴ്നാട് മേഖലയിൽ നിന്നടക്കം കാട്ടാനകൾ കൂട്ടത്തോടെ എത്താറുണ്ട്. ഇത്തരത്തിലെത്തിയ പിടിയാനയുടെ കാലിലായിരുന്നു മുറിവ് കണ്ടെത്തിയത്. കഴിഞ്ഞ 4 ദിവസമായി വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനു ശേഷമാണിപ്പോൾ വിജയകരമായി ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ദൗത്യം വനംവകുപ്പ് പൂർത്തിയാക്കിയത്. CCFRS അരുണും DFOമാരും ഉൾപ്പെടുന്ന സംഘമാണ് ദൗത്യം നടത്തിയത്. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.